സഹപാഠികളുടെ മുന്നിൽ മകളെ നാണം കെടുത്താൻ അമ്മ മനഃപൂർവ്വം എല്ലാ ദിവസവും മകൾക്കായി തമാശയുള്ള ലഞ്ച് ബോക്സുകൾ ഉണ്ടാക്കി. കാരണം ഇപ്പോൾ കൗമാരക്കാരിയായ മകൾ അവളുമായി ഒരിക്കലും ആശയവിനിമയം നടത്തിയിരുന്നില്ല. എന്നിരുന്നാലും 3 മാസമായി ദിവസവും വ്യത്യസ്തമായ ബെൻഡോകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് ഒടുവിൽ ആശയങ്ങൾ തീർന്നു. അന്ന് രാവിലെ അവൾ ഇപ്പോഴും നേരത്തെ ഉണർന്നു. പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടും എന്തു ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. മകൾ പോകാനൊരുങ്ങുമ്പോഴേക്കും അവൾക്ക് 2 അരി ഉരുളകൾ ലഞ്ച് ബോക്സിലേക്ക് തിടുക്കത്തിൽ നിറക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത് കണ്ടപ്പോൾ മകൾ അവളുടെ മുന്നിൽ ഒരു മങ്ങിയ പുഞ്ചിരി വിടർന്നു. അമ്മ തന്റെ ക്രിയേറ്റീവ് ബ്ലോക്കിൽ ബുദ്ധിമുട്ടുന്നതിനിടയിൽ അവളുടെ മൂത്ത മകൾ യാദൃശ്ചികമായി അവളെ കാണാൻ വന്നു. അങ്ങനെ അവൾ തന്റെ മൂത്തയാളോട് സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. മൂത്തയാൾ ഒരു സമർത്ഥമായ ആശയം കൊണ്ടുവന്നു. ബെൻഡോകളിൽ സന്ദേശങ്ങൾ എഴുതി. മകൾ വീട്ടിൽ പാത്രങ്ങൾ കഴുകാറില്ലായിരുന്നു എന്ന് മനസ്സിലായി. ഇപ്പോൾ അവളുടെ സഹപാഠികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഈ ദുശ്ശീലത്തെക്കുറിച്ച് അറിയാമായിരുന്നു. മൂത്ത മകൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ബെൻഡോ എന്ന സന്ദേശം ഉടനടി ഫലം ചെയ്തു. ആ രാത്രിയിൽ ഇളയ മകൾ ആദ്യമായി അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകി. ബെൻഡോ എന്ന സന്ദേശം ചെറിയ സ്വാധീനം ചെലുത്തിയെങ്കിലും അവളുടെ മനോഭാവം അതേപടി തുടർന്നു. അവൾ ഇപ്പോഴും അമ്മയോട് മനസ്സോടെ സംസാരിച്ചില്ല. അബദ്ധവശാൽ മകളുടെ ഡയറി കണ്ടെത്തുന്നതുവരെ എന്തുകൊണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അവൾ സത്യം മനസ്സിലാക്കിയത്. ഭർത്താവ് ഒരു വാഹനാപകടത്തിൽ മരിച്ചതിനുശേഷം ഇളയ മകളെ വളർത്തിയത് പ്രധാനമായും സഹോദരിയാണ്. അവൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കി. അന്നുമുതൽ അവൾ മകൾക്കായി പലതരം ബെൻഡോകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവർക്കിടയിലുള്ള ദൂരം കുറയ്ക്കാൻ ശ്രമിച്ചു. മകൾ ബിരുദം നേടാൻ പോകുന്നതുവരെ വർഷങ്ങൾ കടന്നുപോയി. രാത്രി മുഴുവൻ ഉണർന്നിരുന്ന ശേഷം 3 വർഷത്തെ അവസാന ബെൻഡോ ഒടുവിൽ പൂർത്തിയായി. പിറ്റേന്ന് രാവിലെ മകൾ ബിരുദദാന ചടങ്ങിനായി പോയി. അവൾ ബെൻഡോ ബോക്സ് തുറന്നു. ആദ്യത്തെ ലെയറിൽ നന്നായി സമീകൃതമായ സൈഡ് ഡിഷുകൾ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ലെയർ തുറന്നപ്പോൾ എല്ലാവരും നിശബ്ദരായി. കാരണം അകത്ത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു അഭിനന്ദന കത്ത് ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മകളെ, 3 വർഷമായി നിനക്ക് ഇഷ്ടപ്പെടാത്ത ബെൻഡോകൾ ഞാൻ ഉണ്ടാക്കി. 3 വർഷമായി നീ അത് കഴിച്ചു. അത്തരം സ്ഥിരോത്സാഹം അംഗീകാരം അർഹിക്കുന്നു. ഈ അഭിനന്ദനം നിങ്ങളുടെ ക്ഷമയെ മാനിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ സിനിമ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.